Hi friends, എല്ലാവർക്കും UAE എക്സ്പാക്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സ് ഐഡിയിലെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള പുതിയൊരു മെത്തേഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ എമിറേറ്റ്സ് ഐഡിയിലെ മൊബൈൽ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒന്നിലധികം മെത്തേഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടകം തന്നെ പലരും അവരുടെ എമിറേറ്റ്സ് ഐഡിയിലെ മൊബൈൽ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇന്ന് ഞാൻ പുതിയൊരു മെത്തേഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരാൾ ട്രൈ ചെയ്ത് സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേഷനായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മൊബൈലിലൂടെയും അതുപോലെ തന്നെ PC-യിലൂടെയും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ smart.gdrfad.gov.ai എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. അതിൽ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഓവർ ദ കൗണ്ടർ സർവീസ്. ഇതാണ് നമ്മളുടെ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ തൊട്ടടുത്ത് കാണുന്ന സ്റ്റാർട്ട് സർവീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സർവീസ് ഇൻഫർമേഷൻ, അതോടൊപ്പം തന്നെ സർവീസ് കാറ്റഗറി. നിങ്ങൾ ഈ സർവീസ് കാറ്റഗറിയിൽ നിന്ന് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റർ ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. പേര് നിങ്ങൾ ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്തതിന് ശേഷം അറബിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ യൂണിഫൈഡ് ID നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ വിസ പേജിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഏതെങ്കിലും എൻട്രി വിസ അല്ലെങ്കിൽ വിസിറ്റ് വിസ ഏതെങ്കിലും വിസയിൽ നിങ്ങൾക്ക് മുകളിൽ UID നമ്പർ എന്നുള്ള ഒരു നമ്പർ കാണാൻ കഴിയും. ആ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് നിങ്ങളുടെ ആ നമ്പർ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റിക്വസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലീസ് അപ്ഡേറ്റ് my mobile number linked with Emirates ID. ഓക്കെ, ഇങ്ങനെ എഴുതിയതിനു ശേഷം താഴെ നിങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട അതേ സെയിം നമ്പർ ഒന്നുകൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കോണ്ടാക്റ്റ് ഇൻഫർമേഷനിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആ ഒരു നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് മൊബൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് OTP എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും ഒരു OTP വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ OTP കോപ്പി ചെയ്ത് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയിട്ടുണ്ട്. ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൂടി എൻ്റർ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇതിൽ നിങ്ങളുടെ എമിറേറ്റ്സ് ID അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, വിസ പേജ് ഈ 3 ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമിറേറ്റ്സ് ID അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങളുടെ പാസ്പോർട്ട്, മൂന്നാമത്തെ പേജ് ആയിട്ട് നിങ്ങളുടെ വിസ കോപ്പി എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം പോസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു റിക്വസ്റ്റ് സെൻഡ് ആവുന്നതാണ്. ഈ ഒരു റിക്വസ്റ്റിന് ഒരു തരത്തിലുള്ള ഫീസും ഇല്ല. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസാണ് ഇത്. മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് ICA വഴി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ചാർജ് ഈടാക്കിയിരുന്നു. അത് 54 ദിർഹംസ് ആയിരുന്നു. എന്നാൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീസും നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ ICA വഴി ചെയ്യുന്ന ട്രാൻസാക്ഷനേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ICA വഴി നിങ്ങൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. എന്നാൽ ഈ ഒരു മെത്തേഡ് വഴി ചെയ്യുമ്പോൾ ഇത് ഒരു മാനുവൽ ട്രാൻസാക്ഷനാണ്. അതായത് നമ്മൾ ചെയ്യുന്ന റിക്വസ്റ്റ് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ എത്തിയതിന് ശേഷം അവരത് ആക്സസ് ചെയ്തിട്ട് അവർ മാനുവലായിട്ടാണ് നമ്പർ ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ ICA വഴി ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആവുന്നത്. അപ്പോൾ ഇത് ടൈം എടുത്തിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ അപ്രൂവൽ വരുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ ചെയ്ത് അവർക്ക് അവരുടെ നമ്പർ ചേഞ്ച് ആയി എന്ന് പറഞ്ഞ് അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ദുബായ് എമിഗ്രേഷൻ്റെ വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് അബുദാബി വിസയിലുള്ളവർക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദുബായ് വിസക്കാർക്ക് എന്തായാലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്പർ ചേഞ്ച് ആവുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. അബുദാബി വിസയിലുള്ളവർക്ക് നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ അത് സക്സസ് ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടൊരു കൺഫർമേഷൻ തരാൻ കഴിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ട്രാൻസാക്ഷന് പേയ്മെൻ്റ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വീഡിയോസും ഇൻഫോർമേഷൻ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും ബൈ.